DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ ഇന്ന് അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, ഷിഗല്ല തുടങ്ങിയ രോഗബാധയിൽ വൻ വർധനമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ജൂൺ 11 വരെ സംസ്ഥാനത്ത് 114 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 3 ജില്ലകളിലാണ് ഇതുവരെ രോഗം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 11 വരെ 54 പേർക്ക് മാത്രമായിരുന്നു ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നത്. ഈ വർഷം ഷിഗല്ല ബാധിച്ച് 2 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളിൽ വളരെ വേഗം പടരാൻ സാധ്യതയുള്ള രോഗമാണ്. മലിനമായ ജലവും മോശമായ ഭക്ഷണവുമാണ് രോഗം പകരാനുള്ള പ്രധാന മാർഗമെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം അമീബിക് മസ്തിഷ്ക ജ്വരവും ആശങ്കയാണ്. കഴിഞ്ഞ വർഷം ജൂൺ 11 വരെ 8 കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ വർഷത്തിന്റെ അവസാനത്തോടെ 201 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇക്കൊല്ലം ജൂൺ 11 വരെ 133 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 33 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഡെങ്കിപ്പനി കേസുകളും പ്രതിദിനം 130 എന്ന തോതിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന വന്നിരിക്കുകയാണ്. ഇന്ന് പവന് ഒറ്റയടിക്ക് 2160 രൂപയാണ് കൂടിയത്. 1,08,960 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 270 രൂപയാണ് കൂടിയത്. 13,620 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ ക്യാമറയിൽ കുടുങ്ങി ചെലാൻ ലഭിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും അടയ്ക്കാമെന്ന് കരുതി നടക്കാമായിരുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ്. പിഴ അടയ്ക്കാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റ് സേവനങ്ങൾ ഇനി ലഭിക്കില്ല. ഹെൽമറ്റിന്റെ ചെറിയൊരു പിഴയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാനോ വണ്ടിയുടെ ഉടമസ്ഥാവകാശം മാറ്റാനോ RT ഓഫീസിൽ ചെന്നാൽ കമ്പ്യൂട്ടർ സിസ്റ്റം അനുമതി നിഷേധിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തനായുധമായ നെക്സ്റ്റ് ജനറേഷൻ ചെലാൻ പോർട്ടൽ വരുന്നതോടെയാണിത്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച പോർട്ടലിലേക്ക് മാറുന്നതോടെ ചെലാൻ തുക അടയ്ക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾക്ക് കടുത്ത പൂട്ടാണ് വീഴുക. സംസ്ഥാനത്തെ RT ഓഫീസുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയറിന്റെ പരീക്ഷണോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കടം പണമായി വാങ്ങുമ്പോൾ നിശ്ചിത പരിധി ലംഘിച്ചാൽ ഇനി കനത്ത പിഴ നൽകേണ്ടി വരും. 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായി കടം വാങ്ങാനോ തിരിച്ചടക്കാനോ പാടില്ലെന്നാണ് ആദായ നികുതി നിയമം. ഈ നിയന്ത്രണം സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമിടയിലുള്ള ഇടപാടുകൾക്കും ബാധകമാണ്. നിയമലംഘനം നടന്നാൽ കടം വാങ്ങിയ തുകയ്ക്ക് തുല്യമായ തുക പിഴയായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ 1 ലക്ഷം രൂപ പണമായി കടം വാങ്ങിയാൽ പിഴയായി 1 ലക്ഷം രൂപ തന്നെ നൽകേണ്ടി വരും. ഇത്തരം നടപടികളിൽ നിന്നൊഴിവാകാൻ നിശ്ചിത പരിധിക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മാർഗങ്ങൾ വഴി മാത്രമേ നടത്താവൂ എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.